ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഏട്ടത്തിയുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി നിനക്കറിയാലോ. ഒരു പുതിയ കാർ വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് നിനക്ക് വാങ്ങിത്തരായിരുന്നു. പക്ഷേ ഇതതുപോലല്ലോ. നിനക്ക് ഒരുപാട് ഓർമ്മകളുള്ള വണ്ടിയല്ലേ ഇത്? അതെ, ഇങ്ങനൊരു സമ്മാനം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ അനിയന് ഞാനൊരു ഗിഫ്റ്റ് തരുമ്പോ അത് നിന്റെ ഹൃദയത്തിൽ തൊടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഒരിക്കൽ ഞാൻ ഒരുപാട് ഓടിച്ചോണ്ട് നടന്ന അതേ വണ്ടി. ഏത് പുതിയ വണ്ടി കിട്ടിയാലും ഈ സന്തോഷം കിട്ടില്ലായിരുന്നു. വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതില് ഏത് വേണേലും നിനക്ക് ഉപയോഗിക്കാം. പക്ഷേ നിനക്കിഷ്ടമുള്ളൊരു ഗിഫ്റ്റ് തരുമ്പോഴല്ലേ ഈ ഏട്ടത്തിയായ എനിക്കൊരു തൃപ്തിയുള്ളൂ. സച്ചിയായിരിക്കും അല്ലേ? മാപ്പ് പറയാനായിരിക്കും വിളി. നിനക്ക് ഇനിയും പോണോ അവിടേക്ക്? നിന്റെ വീടാണ്. പോകണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ അഭിമാനം അതെല്ലാവർക്കും ഉണ്ടല്ലോ. ഇവന് രണ്ട് മനസ്സായി കഴിഞ്ഞു. ആകെ കൺഫ്യൂഷൻ ആണെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം. ഇത് മതി. ഇനി ഇവൻ ഞാൻ വരയ്ക്കുന്ന വരയിലൂടെ നടന്നോളൂ. ഇനി എല്ലാരും നിന്റെ പിന്നാലെ വരും. ഏട്ടത്തി, നിന്നോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നീ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. ഒരു തവണ നീ തോറ്റു കൊടുത്താ പിന്നെ നിനക്ക് ആരുടെ മുന്നിലും ജയിക്കാൻ കഴിയില്ല. നിന്നെ അപമാനിച്ചവരുടെ മുന്നിൽ നിനക്ക് ജയിച്ചു കാണിക്കണ്ടേ? അതിന് നിന്നെ ഈ ഏട്ടത്തെ സഹായിക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞ് ആതിരയും മോളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് താമസിക്കണം. ചിപ്പിമോളും നിന്റെ മോളും ഒരുമിച്ച് സ്കൂളിൽ പോട്ടെ. അവർക്ക് രണ്ടുപേർക്കും അത് സന്തോഷാവും. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് ഞാൻ ഒരു ഓഫറും കൂടി തരാം. അവന്തിക അസോസിയേറ്റ്സിന്റെ 25% ഷെയർ ഞാൻ നിന്റെ പേരിൽ എഴുതി തരും. ഇന്നത്തെ വാല്യൂ അനുസരിച്ച് എന്റെ കമ്പനിയുടെ 25% ഷെയർ എന്ന് പറഞ്ഞാ ഈ സ്വപ്നം കാണുന്നതിലും അപ്പുറ. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? സച്ചി കൊടുത്തിട്ടുള്ള കേസിൽ നീ എനിക്ക് അനുകൂലമായി നിൽക്കണം. സച്ചിയെ തോൽപ്പിക്കണമെന്ന് നിന്റെ മനസ്സിൽ ആഗ്രഹമില്ലേ? ആരുടെയും തോൽവിയും ചെയ്യാന്നും ഇപ്പൊ എന്റെ പ്രശ്നമല്ല. എനിക്ക് ജീവിക്കണം, പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. ഈ കാര്യം ഞാൻ ആലോചിച്ചിട്ട് പറയാം. മതി, നീ സാവധാനം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പിന്നെ ഗസ്റ്റ് ഹൗസിൽ നിനക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്തേലും വേണമെങ്കിൽ മൂർത്തിയോട് പറഞ്ഞാ മതി. സന്ദീപ് സാർ എന്തെങ്കിലും ഒന്ന് പറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. പക്ഷേ സാർ ഇതുവരെ വേറൊന്നും പറഞ്ഞില്ല. ഇപ്പോഴുള്ള സൗകര്യങ്ങൾക്ക് തന്നെ ധാരാളം. ശരി, നിന്റെ ഇഷ്ടം. എപ്പോഴും സന്ദീപ് ഒരു കാര്യം ഓർക്കണം. സ്നേഹിച്ചാ ഞാൻ എന്റെ ചങ്കു പറിച്ചു തരും. എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഏട്ടത്തിയുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി നിനക്കറിയാലോ. ആലോചിച്ചിട്ട് നീ എനിക്കൊരു മറുപടി തന്നാ മതി.
വേണോ? വേണ്ടെങ്കി വേണ്ട. രാജീവേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ, ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. എന്താ നോക്കുന്നേ? വിശ്വാസം വരുന്നില്ലേ? അല്ല, ഓരോ നിമിഷം സ്വഭാവം മാറുന്ന ആളാണല്ലോ ചേച്ചി. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ട്. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിലും ചിലപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറും. ആ, അത് ചേച്ചിക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ട്. ആ, അല്ലെങ്കിലും നിന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലല്ലോ. എന്നെ കുറിച്ച് അറിയാനായിട്ട് ഒന്നുമില്ല. എന്റെ സ്വഭാവം എല്ലാ സമയത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. അധികം നിന്ന് വാചം അടിക്കാതെ നീ പോവാൻ നോക്ക്, ഞാൻ കൊടുത്തോളാം. ആഹാരം കൊടുക്കുമ്പോഴെങ്കിലും ഇത്തിരി സ്നേഹത്തോടു കൂടി കൊടുക്കണേ. അവളുടെ ഒരു ഉപദേശം കണ്ടില്ലേ? നിങ്ങൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം തരണോന്ന്. ചില നേരത്തെ അവളുടെ ഉപദേശം കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരും. ദാ, കഴിക്ക്. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന് രാത്രി നിങ്ങൾക്ക് സമൃദ്ധയെക്കുറിച്ച് എന്തോ രഹസ്യം അറിയാന്ന് പറഞ്ഞില്ലേ? അതെന്നോടൊന്ന് പറയാമോ? നിന്നോട് ആ രഹസ്യം ഞാൻ പറയാനോ? കൊള്ളാം. അതിനേക്കാൾ നല്ലതേ പത്രത്തിലൊരു വാർത്ത കൊടുക്കുന്ന. നിങ്ങളെന്താ ആലോചിക്കുന്നേ? പറയൂ, എന്താ അവളെ കുറിച്ചുള്ള രഹസ്യം? ഓ, നിങ്ങൾക്കറിയാം, പറയില്ല എന്നല്ലേ? വേണ്ട, പറയണ്ട. അവളാണല്ലോ നിങ്ങൾക്കിപ്പോ എന്നെക്കാളും വലുത്.